അനീഷും ഷാനവാസും തമ്മിൽ പൊരിഞ്ഞടി, അതും ഒരു മട്ടൺ പീസിന്റെ പേരില്. ബിന്നിയുടെയും നൂബിന്റെയും ഇടയിൽ നിന്ന് മാറാനായിട്ട് നേരമില്ലാത്ത നിവിൻ. കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർക്കും അരോചകം, കൂടെ അവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവസി കിട്ടാതെ അവസാനം എഴുന്നേറ്റ് പോടാ എന്ന് പറയേണ്ട അവസ്ഥയാണ് അവർക്ക് രണ്ടുപേർക്കും. ഈ പറയുന്ന ഷാനവാസിന് ഇതെന്ത് പറ്റി എന്നുള്ള കൺഫ്യൂഷനായി എനിക്ക്. പൊരിഞ്ഞ യുദ്ധം എല്ലാവരായിട്ട്, അക്ബറായിട്ട് അടി, ഉനിയിലായിട്ട്, ആര്യനായിട്ട്, ലക്ഷ്മിയായിട്ട് ഒക്കെ അടി. അതും ഒരു മട്ടൺ പീസാണ് തുടങ്ങി വെക്കാനുള്ള കാരണം. പിന്നെ മൊത്തത്തിൽ അങ്ങ് അടി. അനുമോളാണെന്നുണ്ടെങ്കിൽ കരച്ചിലോട് കരച്ചിൽ. ഇതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നല്ലേ നാം പറയാം. ഒരു മട്ടൺ പീസ് കൂടുതൽ എടുത്തു എന്നുള്ളതാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത്. അവിടെ കൊണ്ടുവന്നത് നമ്മുടെ ആദില നൂറയുടെ ആൾക്കാർ, അതായത് നമ്മുടെ ദിയാസനയും ജാസ്മിനും വന്ന സമയത്ത് അവിടെ മട്ടൺ ബിരിയാണി, മട്ടണൊക്കെ കറി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മട്ടൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് കറിയൊക്കെ വെച്ച് കൊണ്ടുവന്നത്. രാത്രി കിച്ചൺ ഡ്യൂട്ടിയിലുള്ളത് അനു ആണ്. അപ്പൊ അനു വന്നിട്ട് എല്ലാവർക്കും അത് ഒരുപോലെ വിളമ്പണം എന്നുള്ളത് കൊണ്ട് വിളമ്പുന്ന സമയത്ത് തമാശ രീതിയിൽ ഷാനവാസ് ഒരു കഷ്ണം എടുക്കുന്നു ഇടുന്നു, ഒരു കഷ്ണം എടുക്കുന്നു ഇടുന്നു എന്നുള്ള രീതിയിൽ 1-2 തവണ അവിടെ ഷാനവാസ് അത് കാണിച്ചു. കുറച്ച് ഓവറായിരുന്നു, പറയാതിരിക്കാനായിട്ട് വയ്യ. പക്ഷേ അതിനുശേഷം ആര്യൻ അവിടെ മട്ടൺ പീസ് എടുത്തുകൊണ്ട് ഓടുന്ന ഒരു സീനുണ്ട്. ആര്യൻ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഷാനവാസ് ഓൾറെഡി എനിക്കിടേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടലും ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നത്. ആര്യൻ എടുത്ത് കൂടിയപ്പോൾ ഷാനവാസും ഒരു പീസ് അങ്ങ് എടുത്ത്. അതിൻ്റെ പേരിൽ പിന്നെ അവിടെ പൊരിഞ്ഞ യുദ്ധം. അത് കണ്ടു കഴിക്ക് അനുമോൾ അവിടെ കരഞ്ഞ് നിലവിളിച്ച് അവിടെ റൂമിലേക്ക് പോയിരിക്കുന്നുണ്ടായിരുന്നു. സംഭവം ആര്യം ചെയ്തതാണെങ്കിലും ഷാനവാസ് ചെയ്തതാണെങ്കിലും മോശം തന്നെയാണ്. ബിഗ് ബോസ് വീട്ടിൽ അവർക്ക് അത്രയും കുറച്ച് ഫുഡാണ് കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും അത് തുല്യമായിട്ട് കിട്ടണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ സാധാരണ ആർക്കും അങ്ങനെ കിട്ടാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ അത് വിളമ്പാനായിട്ട് നിന്നത് അനുമോളാണ്. എല്ലാവർക്കും തുല്യമായിട്ട് അനുമോൾ കൊടുക്കുമായിരുന്നു എന്നാണ് അനുമോൾ പറയുന്നത്. ആ സമയത്താണ് ഇത് രണ്ടുപേരും കൂടി അതിൽ കൈയിട്ട് വാരി കൊളാക്കിയതെന്ന് പറഞ്ഞിട്ടാണ് അനുമോൾ അവിടെ ഇരുന്ന് കരയുന്നത്. അതിന്റെ പേരിൽ കരച്ചിലിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനില്ല എന്ന് പറയും. ഒരു കരച്ചിലിന്റെ ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സ്ട്രോങ് ആയിട്ട് അനുമോൾക്ക് അവിടെ നിന്ന് എതിർക്കായിരുന്നു, അല്ലെങ്കിൽ അവിടെ സംസാരിച്ച് അവിടെ ജയിക്കാമായിരുന്നു. അതിന് പകരം പോയിരുന്നു എന്താണ് ഇവർ ചെയ്യുന്നത്, ഇവർക്ക് ഒരു നേരത്തെ ഫുഡ് കിട്ടില്ല നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ശപിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് വേണ്ടിയിരുന്നില്ല അനുമോളെ എന്നാണ് എനിക്ക് തോന്നിയത്. ഞാനിനി ഫുഡ് കഴിക്കില്ല, എനിക്കിനി ഫുഡ് വേണ്ട, എനിക്കിനി തൊണ്ടയിൽ നിന്ന് ഫുഡ് ഇറങ്ങില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. തെറ്റിയത് അവരാണ്. അതിന് വേണ്ടിയിട്ട് അനുമോൾ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഈ വക ഡയലോഗിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം തെറ്റ് ചെയ്തത് അവിടെ ആര്യന്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ട്, ഷാനവാസിന്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ട്. അപ്പൊ കിച്ചൺ ക്യാപ്റ്റൻ ആണ് അനീഷ് അത് ഷാനവാസിന്റെ അടുത്ത് ചൂടായി. നീ ചെയ്തത് ഭയങ്കര തെറ്റാണ് ഷാനവാസെ എന്ന് പറഞ്ഞുകൊണ്ട് ചൂടായി. അപ്പൊ പിന്നെ ഷാനവാസ് വിട്ടുകൊടുത്തില്ല. ഷാനവാസ് അങ്ങ് തുടങ്ങി, അനീഷ് നീ കിച്ചൺ ക്യാപ്റ്റൻ ആണ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാവർക്കും തുല്യമായിട്ട് വിളമ്പിയതിനു ശേഷം എല്ലാവർക്കും പ്ലേറ്റ് കൊടുത്താൽ മതിയെന്ന്. അപ്പൊ നിങ്ങൾ അത് ചെയ്തില്ല. ചോറ് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും പ്ലേറ്റിലേക്ക് വിളമ്പി, കറി തോന്നിയ പോലെയാണ് എല്ലാവർക്കും കൊടുത്തിരുന്നത്. അതുകൊണ്ടല്ലേ ഇതുണ്ടായത്. അവളുടെ മുന്നിൽ ഞാൻ ഈ പ്ലേറ്റ് പിടിച്ചിട്ട് ഇടുന്ന് ഞാൻ പറഞ്ഞ് കെഞ്ചുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ഭക്ഷണം അവള് എല്ലാവർക്കും തുല്യമായിട്ടല്ല തരുന്നത്, മുഖം നോക്കിയാണ് അനുമോള് ഭക്ഷണം വിളമ്പുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായി പിന്നെ ഷാനവാസിന്റെ ഡയലോഗ്. അപ്പൊ അത് കണ്ട സമയത്ത് നമ്മുടെ അക്ബർ, ഒനിയില് എല്ലാവരും ഷാനവാസിനെ എതിർത്തു. ചെയ്തത് ഭയങ്കര മോശമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മുടെ ഷാനവാസ് പറഞ്ഞത് അവിടെ ആര്യനാണല്ലോ ഫസ്റ്റ് എടുത്ത് ഓടിയത്. ഫസ്റ്റ് എടുത്ത് ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നിയുടെ ഹസ്ബൻഡിനെ പോലും വിളമ്പി വെച്ച ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഓടിയത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ ആര്യനത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല, ഞാൻ ചെയ്തപ്പോൾ മാത്രമാണോ പ്രശ്നം എന്ന് ഷാനവാസ് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നുണ്ട് രണ്ടുപേരും ചെയ്തത് മോശം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ സംസാരിച്ച് അത് അതിര് കടക്കുന്നുണ്ട്, ഭയങ്കര ഓവർ ആവുന്നുണ്ട്. അവസാനം നമ്മുടെ അനീഷ് ചോദിച്ചു, ഷാനവാസ് നിനക്ക് ഇത് എങ്ങനെ ഇരുന്ന് തിന്നാനായിട്ട് തോന്നുന്നു, നിനക്ക് ഇത് ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഷാനവാസിന്റെ ഒരു ഇതൊക്കെ തീറ്റ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്ലേറ്റ് അങ്ങ് നീക്കി വെച്ചിട്ട് നീ അത് കഴിച്ചോന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന ഷാനവാസിനെ അവിടെ കണ്ടു. ഷാനവാസും അനീഷും തമ്മിൽ അങ്ങനെ ഒരു പൊരിഞ്ഞ അടിയായി അവിടെ. നീ മിണ്ടരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വഴക്കും കാര്യങ്ങളും ഒക്കെ ആയി. ഇതിന് ശേഷം അവിടെ ഒനിയിലായിട്ട് ഉഗ്ര വഴക്ക് നടക്കുന്നുണ്ട് ഷാനവാസ്. ഈ ഭക്ഷണത്തിന്റെ പേരിൽ തന്നെ ഒരു മട്ടൺ പീസാണ് ഈ പ്രശ്നം. ഈ ആര്യനും ഒനിയിലും തമ്മിൽ വഴക്കിട്ട്. അപ്പൊ ആ സംസാരത്തിനിടയില് അവിടെ ജിസേലിന്റെ വിഷയം വന്നു. നീ ഇവിടെ എന്ത് ഗെയിമാണ് കളിച്ചതെന്ന് ഒനിയിലെ ചോദിക്കുന്നുണ്ട് ആര്യന്റെ അടുത്ത്. ഇവിടെ പ്രത്യേകിച്ച് നിനക്ക് ഒരു ഗെയിം ഉണ്ടായിരുന്നില്ലല്ലോ, ആദ്യത്തെ 2 ആഴ്ച നീ എന്തെങ്കിലുമൊക്കെ ഗെയിം കളിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരാം, അതിനുശേഷം നിന്റെ ഗെയിം എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് നല്ല പിടുത്തുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ അക്ബർ അത് കയറി അങ്ങ് എതിർത്തപ്പോഴാണ് നമ്മുടെ ഷാനവാസ്, ആര്യന് വേണ്ടി സംസാരിക്കാൻ നിനക്ക് നല്ല നാവാണ്, നിനക്ക് പലരുടെ അടുത്ത് പല സ്വഭാവമാണ്, എന്റെ അടുത്ത് നിനക്ക് എതിർത്ത് സംസാരിക്കണം, ഞാൻ അവിടെ
ഒരു പീസ് എടുത്തപ്പോ. പക്ഷെ ആരും നിനക്ക് എതിർത്ത് സംസാരിക്കാൻ വയ്യ, അപ്പൊ നിനക്കത് പക്ഷപാതാണെന്ന് പറഞ്ഞുകൊണ്ട് അക്ബറിനെ കയറിയിട്ട് ഷാനവാസ് കയറി ചൊറിയുന്നുണ്ടായിരുന്നു. ആരിനെ കയറി ചൊറിഞ്ഞു? അക്ബറിനെ കയറി ചൊറിഞ്ഞു. അക്ബറാണ് ജിസേലിനെയും ആരിനെയും എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അക്ബറിനെയും ആരിനെയും ചൊറിഞ്ഞു, ഒനിയലിനെയും ചൊറിഞ്ഞു. അനീഷിന്റെ കഴിഞ്ഞിട്ടാണ് ഇവരുടെ അടുത്തുള്ള ചൊറിച്ചില്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലക്ഷ്മിനെ പോയിട്ട് ചൊറിയുന്നുണ്ട്. ലക്ഷ്മി അവിടെ ആരിനെ എന്തിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ലക്ഷ്മി ആരിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കും കൂടി ആ സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് തന്നേക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെയും ചൊറിയുന്നുണ്ട്. മൊത്തത്തിൽ നമ്മുടെ ഷാനവാസിന് വട്ടായെന്ന് തോന്നുന്നു. ഫാമിലിയൊക്കെ വന്നു പോയതിന് ശേഷം ഇത്തിരി പവർഫുൾ ആയെന്ന് തോന്നിയതോ അല്ലെങ്കിൽ പുറത്ത് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട്, ഇനി നന്നായിട്ട് അങ്ങ് ഗെയിം കളിക്കാന്ന് തോന്നിയിട്ടോ എന്താണെന്നറിയില്ല. ഷാനവാസ് തുടക്കത്തിലൊരു ഷാനവാസ് ഉണ്ടായിരുന്നു നല്ല ആക്റ്റീവായിട്ട്. പിന്നെ അവിടെ നമ്മുടെ ഷാനവാസ് ഒന്ന് ബാക്ക് ഔട്ട് ആയതാണ്. പിന്നെ റിയാസ് വന്നപ്പോഴാണ് ഷാനവാസിനെ പെട്ടെന്നൊരു ഗ്രാഫ് ഉയർന്നത്. ഇപ്പൊ ഷാനവാസ് വീണ്ടും അങ്ങൊരു ഇതിലങ്ങോട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ചെയ്ത കാര്യം തെറ്റാണ് ഷാനവാസ്. അതെല്ലാവർക്കും തുല്യമായിട്ട് വിളമ്പേണ്ട കാര്യത്തിൽ കൈയിട്ട് വാരിയതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഷാനവാസ് കയറിയിട്ട് എല്ലാവരും എടുത്തും അനുമോളിനടുത്ത് ഇപ്പൊ അവിടെ വഴക്കിടാത്തതായിട്ട് ആദിലും നൂറയും മാത്രമേ ഉള്ളൂ തോന്നുന്നു. നൂറയുടെ അടുത്തും കൂടെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ലൈവ് കണ്ടവർക്ക് അറിയാം, എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല. നൂറയുടെ അടുത്ത് പോലും അവിടെ ദേഷ്യപ്പെടുന്നുണ്ട് കിടന്നത് ഷാനവാസ്. എല്ലാവരുടെ അടുത്തും കയറി അടി ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങോട്ട് പറയുന്നതിനനുസരിച്ച് ഒക്കെ എല്ലാവർക്കും നല്ല നല്ല മറുപടികൾ കൊടുത്തുകൊണ്ട് ഷാനവാസ് അവിടെ നിൽക്കുന്നത് കണ്ടു. ഷാനവാസ് ഈ ലെവലിൽ നന്നായിട്ട് ഗെയിം കളി. പക്ഷെ തെറ്റ് തന്നെയാണ്. തെറ്റല്ലാതെ ന്യായത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഷാനവാസിന് ഇനി നല്ല സ്കോപ്പുള്ള ഒരു മത്സരാർത്ഥിയാണ്. അനുമോള് നല്ലൊരു ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവന്ന മത്സരാർത്ഥിയാണ്. പക്ഷെ അനുമോളുടെ ഇപ്പൊ ഗ്രാഫ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഏറ്റവും ഗ്രാഫ് മുന്നിൽ നിൽക്കുന്നത് ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അനീഷിന്റെയാണെന്ന്. അനീഷാണ് ഇപ്പൊ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതിന് തൊട്ട് താഴെയായിരിക്കും ഷാനവാസും അനീഷും ഒക്കെ നിൽക്കുന്നുണ്ടായിരിക്കാം. ഷാനവാസും അനുമോളും ഒക്കെ നിൽക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അക്ബർ ഇവിടെ മുമ്പത്തെ പോലെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആ ഒരു ക്യാരക്ടർ അക്ബർ മാറ്റി വെച്ചിട്ടാണ് ഇപ്പൊ ഗെയിം കളിക്കുന്നത്. ഷാനവാസിന്റെ വൈഫ് വന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റും, ഇതിനേക്കാൾ നന്നായി കളിച്ചേ പറ്റൂ, മുന്നോട്ട് വാന്ന് ഷാനവാസിന്റെ അല്ല അക്ബറിന്റെ വൈഫ് അവിടെ അതുപോലെ പറയുന്നുണ്ടായിരുന്നു. അക്ബറിന് അത്യാവശ്യം ക്ലൂ ഒക്കെ ഉമ്മച്ചിയും ഇട്ടുകൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അക്ബറിനെ ഇനി അവിടെ നിന്ന് മുന്നോട്ട് വരണം എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പൊ അക്ബർ പക്ഷേ ആ മുമ്പിട്ടായിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ദേഷ്യം, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഇന്ന് ഷാനവാസിന്റെ അടുത്ത് വഴക്കിടുന്നുണ്ടെങ്കിൽ പോലും പണ്ടത്തെ ആ ഒരു ദേഷ്യം അഗ്രഷനൊക്കെ ഉണ്ടല്ലോ അതൊന്നും കാണിക്കാതെയാണ് അക്ബർ അവിടെ വഴക്കിട്ടിരുന്നത്. അത് അക്ബറിനെ ഒരു പ്ലസ് പോയിന്റ് ആണെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ നമ്മുടെ നെവിൻ, ഈ ചെറുക്കനെ കൊണ്ട് തോറ്റു, ഭയങ്കര ഇറിറ്റേഷൻ. ഈ പറയുന്ന ബെന്നി ഹസ്ബൻഡ് വന്നതിന് ശേഷം നൂബിന്റെ ഒപ്പം തന്നെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ ആ സമയത്ത് അതിന്റെ ഇടയിൽ അവർ രണ്ടുപേരും എവിടെ കിടക്കുന്ന അതിന്റെ ഇടയിൽ നടുക്കുണ്ടാവും, അല്ലെങ്കിൽ ഒപ്പം ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും പറഞ്ഞു, ബിഗ് ബോസ് വീടിനുള്ളിൽ എല്ലാവരും പറഞ്ഞു അവർക്കൊന്ന് ഫ്രീ ആയിട്ട് സമയം കൊടുക്ക്, നീ ഒന്ന് മാറിപ്പോ എന്ന് പറഞ്ഞിട്ടും ഈ നെവിൻ ഒരു അക്ഷരം അനുസരിക്കുന്നില്ല. അവസാനം അവിടെ നൂബിൻ തന്നെ പറഞ്ഞു ശല്യാണ് എന്നുള്ളത്. അപ്പോഴാണ് നിവിൻ ഒന്ന് എഴുന്നേറ്റ് പോകുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നിവിൻ അവരൊപ്പം വന്നിരിക്കുന്നുണ്ട്. ഈ നിവിനെ കൊണ്ട് ഭയങ്കര ശല്യാണ് കേട്ടോ. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ ചെറുക്കന് എന്തിന്റെ കേടാണെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഇപ്പൊ കൂടുതൽ വെറുപ്പിക്കാണ്. ഷാനവാസിന്റെ ഫാമിലി വന്നു പോയതിനു ശേഷം ഷാനവാസായിട്ട് ഇപ്പൊ പണ്ടത്തെ ആ ദേഷ്യവും ഇതൊക്കെ മറന്നിട്ട് ഇപ്പൊ കൂടുതൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് തോട്ടിയിടാണെങ്കിൽ പോലും അവര് വീണ്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ ഷാനവാസായിട്ട് ഇപ്പൊ സംസാരം കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ ലക്ഷ്മി എല്ലാ കാര്യങ്ങളും കയറി അങ്ങ് ഇടപെടുന്നൊന്നുമില്ല. ചെറിയ അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് ലക്ഷ്മി നോക്കുന്നുണ്ട്. പക്ഷേ ആ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ലക്ഷ്മിക്ക് പതറിപ്പോകുന്നു അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നു. അതായത് ന്യായമായ ഭാഗങ്ങളിലല്ല ലക്ഷ്മി സംസാരിക്കുന്നത്. ലക്ഷ്മി എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് സംസാരിക്കുകയും അതിന്റെ ഇടയിൽ കേടുകയും ചെയ്യുന്ന സമയത്ത് അത് ലക്ഷ്മിക്ക് അത്ര പോസിറ്റീവായിട്ട് വരുന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. പിന്നെ അനുമോളുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അനുമോൾ ഇതുപോലെ വീണ്ടും കരച്ചിൽ നാടകമായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അനുമോളെ സ്ട്രോങ് ആയിട്ട് നിന്ന് എതിർത്താൽ മാത്രമേ അനുവിനെ കാര്യമുള്ളൂ. അത്യാവശ്യം ഫാൻ സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ് അനുമോള്. പക്ഷെ എവിടേക്കോ അനുമോളുടെ ഗെയിം കുറച്ച് നാളായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ അനുമോള് തിരിച്ചു വന്നേ തീരൂ. അതൊരു കരച്ചിലൂടെ തിരിച്ചു വന്നിട്ട് അനുവിന് ഒരു കാര്യമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നാൽ മാത്രമേ അനുവിനവിടെ കാര്യമുള്ളൂ. ഭേദപ്പെട്ട ഒരു ഗെയിം തന്നെയാണ് ഇപ്പോഴും അനീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അനീഷിന്റെ ഷാനവാസിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ നല്ല ഫ്രണ്ട്സാണ്. പക്ഷേ അവിടെ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് അവിടെ ഷാനവാസ് ആണെങ്കിലും അനീഷ് ആണെങ്കിലും ഒരു മടിയും കാണിക്കുന്നില്ല. ഇപ്പൊ ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു മട്ട പീസ് എക്സ്ട്രാ എടുത്തത്
അത് കൊണ്ടുവന്നത് എടുത്തതിന് അവിടെ ഷാനവാസിന്റെ അടുത്ത് അനീഷ് നന്നായിട്ട് ചൂടാവുന്നുണ്ട്, പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനനുസരിച്ച് ഷാനവാസ് അവിടെ മറുപടി കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ അതിന്റെ പേരിൽ പൊരിഞ്ഞടിയാവുന്നുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും എന്നുള്ളത് അവിടെ അനീഷും പറയുന്നുണ്ട്, അതുപോലെ ഷാനവാസും പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ളത് ഞാനും പറയുന്നത്. അത് തന്നെയാണ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ജസ്റ്റ് എന്ത് തോന്നിയാസം ചെയ്താലും അതിനെ കൂടെ നിൽക്കുന്നതല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് വഴക്ക് പറയുന്ന ഒരാളായിരിക്കണം ഫ്രണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഞാൻ. പക്ഷെ ഈ രണ്ടെണ്ണം മുമ്പോട്ട് എങ്ങനെ പോകുന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.